എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡേ 2 മോർണിംഗ് പ്രെയറിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ലാസ്റ്റത്തെ 2 വീഡിയോസിനകത്തും എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലരെനിക്ക് കമൻറ്റ് ചെയ്തിരുന്നു ഡേ 2 എന്നിങ്ങനെ. അങ്ങനെയല്ല, ഈ ഡേ 1 മുതൽ ഡേ 21 വരെയുള്ള പ്രെയറാണ് ആക്ച്വലി വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഡേ 1 അത് കഴിഞ്ഞു. ഡേ 1 മോർണിംഗും ഡേ 1 ഈവനിങ്ങിൻ്റെയും പ്രെയറിൻ്റെ വീഡിയോസാണ് നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തത്. അതിലെല്ലാവരും പേരും നാളും ആവശ്യമൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ലേറ്റസ്റ്റായി വന്ന കമൻസിൽ അവരെല്ലാം ഈ പ്രെയറിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഡേ 1 കഴിഞ്ഞു. ഇനി ഡേ 2 മോർണിംഗ് പ്രെയറാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലത്തെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം കറക്റ്റ് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ, കാണാനും പറ്റുള്ളൂ. അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞിരുന്നു, ഒരുപാട് നോൺ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ചാനൽ വാച്ച് ചെയ്യുന്നുണ്ട്. അവരോട് എനിക്കൊരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലത്തെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, റിക്വസ്റ്റാണ്. പിന്നെ മോശമായി 2-3 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുഷ്ടത അല്ലെങ്കിൽ ശത്രു സംഹാരം ഇതൊന്നും മെൻഷൻ ചെയ്തിട്ട് നിങ്ങൾ മോശമായ രീതിയിൽ പൂജ ചെയ്യരുതെന്നുള്ള രീതിയിൽ അങ്ങനെ എവിടെയെങ്കിലും ആയിട്ട് ഞാൻ ലാസ്റ്റത്തെ വീഡിയോയിൽ പറഞ്ഞോ? ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ മുഴുവൻ കാണാതെ എവിടെയെങ്കിലുമൊക്കെ ഒരു പാർട്ട് കണ്ടിട്ട് ഇങ്ങനെ, അല്ലെങ്കിൽ ചാനൽ ഫ്ലോപ്പാക്കാനുള്ള ആ ഒരു ഉദ്ദേശത്തോടെ ചിലർ ശ്രമിക്കുന്നുണ്ട്. ഞാനത് നോക്കുമ്പോൾ അവർ വേറെ ഏതോ 14 സബ്സ്ക്രൈബർ ഒക്കെ ഉള്ള ഒരു ഒട്ടും റീച്ച് ആവാത്ത ഏതോ ഒരു ചാനലിൽ പർപ്പസ്ഫുള്ളി അവർ ചെയ്ത മെസ്സേജാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു മെസ്സേജ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? എൻ്റെ സബ്സ്ക്രൈബേഴ്സായ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഒരിക്കലും ദുഷ്ടരെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രയർ ഒരിക്കലും പറയുന്നില്ല. പിന്നെ വാരാഹി ദേവിക്ക് എന്തെങ്കിലുമായിട്ട്, അതായത് പൂജകൾ ചെയ്യുമ്പോൾ സുഗന്ധദ്രവ്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ അല്ലേ പ്രയർ ചെയ്യുന്നതെന്നും കൂടെ അവർ ചേർത്ത് പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇതുപോലും ഇല്ലാത്ത ആളുകളൊന്നും ആലോചിച്ച് നോക്കിക്കുക. അന്യദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്, അവർക്കിതൊക്കെ തേടിയെത്തി. അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമുക്കൊരു വിളക്ക് കത്തിച്ച് കഴിഞ്ഞാലും പ്രെയർ ചെയ്യാം എന്നുള്ളത് അങ്ങനെയുള്ളൂ. അതല്ലാതെ ഈ സുഗന്ധദ്രവ്യങ്ങൾ മാത്രം വെച്ചിട്ട് മാത്രമേ വാരാഹി ദേവിയെ ആരാധിക്കാവൂ എന്നൊന്നും ഇല്ല. അവരെന്ത് ഉദ്ദേശിച്ചാണ് എനിക്ക് അങ്ങനെ ഒരു കമൻറ്റ് ഇട്ടതെന്ന് എനിക്കറിയില്ല. അവരോടൊക്കെ എനിക്ക് ഒരൊറ്റ റിക്വസ്റ്റേ ഉള്ളൂ, ദയവ് ചെയ്ത് നിങ്ങൾക്ക് റോങ് കമൻസാണ് ഇടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ വീഡിയോ വാച്ച് ചെയ്യരുത്. വിശ്വാസമുള്ള ഒരുപാട് പേരുണ്ട്, അവർക്കൊക്കെ ഓരോ കാര്യങ്ങൾ കിട്ടുന്നുണ്ട് അല്ലേ? അത് ഞാൻ മുഖേന എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം അവർ ദേവിയുടെ ഭക്തി ആയതുകൊണ്ടായിരിക്കും അവർക്കെല്ലാം സാധിച്ചു കിട്ടുന്നത്. പിന്നെ എൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത്, എനിക്ക് മാക്സിമം എല്ലാവർക്കും വേണ്ടി ഞാൻ പൂജ ചെയ്യുമ്പോൾ എനിക്ക് എല്ലാവരെയും പേരും ഉൾക്കൊള്ളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും. ആ ഒരൊറ്റ ഉദ്ദേശത്തോടെ മാത്രമാണ് ഞാൻ ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ പേർപ്പസ്ഫുള്ളി ഇതിനകത്ത് കയറിയിട്ട് മോശമായ കമൻസ് ഇടാനായിട്ട് ഞാൻ അനുവദിക്കുകയില്ല. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കമൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ചാനലിൽ പോയിക്കോളൂ, ഇതിലേക്ക് വരേണ്ട ആവശ്യമില്ല. നിങ്ങളെ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നുമില്ല സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസമുള്ളവർ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്ത് നിന്നു ഇന്നലെ ഈവനിങ്ങും, വിശ്വാസമുള്ളവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക എന്നിങ്ങനെ എടുത്തു പറയുന്നുമുണ്ട്. ആരെയും ഫോഴ്സ്ഫുള്ളി നമ്മൾ പ്രെയർ ചെയ്യാനോ അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി ആരെയും ഈ ഒരു പ്രെയറിലേക്ക് വരുത്താനോ അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ദയവ് ചെയ്ത ദൈവികമായ കാര്യങ്ങൾ പറയുന്ന ഇടത്തേക്ക് ഇങ്ങനെയുള്ളൊരു ടോക്ക് കൊണ്ടുവരരുത്. പർപ്പസ്ഫുള്ളി നിങ്ങൾ നശിപ്പിക്കാൻ നോക്കുകയാണ്, അത് ചെയ്യരുത്. എൻ്റെ റിക്വസ്റ്റാണ്. വരാഹി ദേവി എന്ന് പറയുന്നത് വരാഹരൂപം പൂണ്ട ദേവി, വളരെ ശക്തി ആർജിച്ച ദേവിയാണ്. നമ്മളുടെ എല്ലാ കാര്യങ്ങളും സാധിച്ചു തരാൻ കഴിവുള്ള ദേവിയുടെ ആ ഒരു ശക്തി എന്ന് പറയുന്നത് അപാരമാണ്. നമുക്കെല്ലാവർക്കും തന്നെ അറിയാം, മൃഗരൂപം പൂണ്ട ദേവന്മാർക്കെല്ലാം ഒരു പ്രത്യേക ശക്തിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് തന്നെയാണ് ഞാൻ ഇവിടെയും പറയുന്നത്. പുതിയതായിട്ട് ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും ഒരു അറിവായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഗണപതി ഭഗവാൻ എന്ന വിഘ്നേശ്വരൻ ആനയുടെ തലയോടുകൂടിയവൻ എന്നാണ്. മൃഗരൂപം പൂണ്ട ഭഗവാനെ കഴിഞ്ഞേ ഉള്ളൂ വേറെ ഏതൊരു പൂജയും കാര്യങ്ങളുമൊക്കെ. ദൈവികമായ രീതിയിൽ നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗണപതി ഹോമം അല്ലെങ്കിൽ ഗണപതിയുടെ ഏതെങ്കിലും ഒരു വഴിപാടോ നേർച്ച എന്തെങ്കിലും ചെയ്യാതെ നമ്മൾ ആ ഒരു കാര്യം തുടർന്നു കഴിഞ്ഞാൽ അത് തടസ്സമെന്നാണ് പറയുന്നത്. അത് വളരെ വാസ്തവമാണ്. അനുഭവിച്ച ഒരുപാട് വ്യക്തികൾ നമ്മുടെ ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂട്ടിലോ എനിക്കും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് കാര്യം തുടർന്നു കഴിഞ്ഞാലും അത് ഗണപതി ഭഗവാനെ ഭജിച്ച ശേഷം മാത്രമേ ചെയ്യാവൂ. അങ്ങനെയാണ്. അപ്പോൾ അത്രയും പവർഫുള്ളാണ് ഗണപതി ഭഗവാൻ എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചതാണ് നിങ്ങളെ.
അതുപോലെ തന്നെയാണ് ഇവിടെയും. നമ്മളൊന്ന് കണ്ണടച്ച് തുറക്കും മുന്നേ നമ്മുടെ കാര്യം സാധിച്ചു കിട്ടും. അതാണ് വാരാഹിയമ്മ എന്ന് പറയുന്നത്. വാരാഹിയമ്മയുടെ രൂപം തന്നെ വരാഹരൂപം കൊണ്ട ദേവിയാണ്. അപ്പോൾ അതൊരു മൃഗരൂപം തന്നെയാണ് അല്ലേ. ഭയങ്കര പവർഫുള്ളാണ് മന്ത്രം. അപ്പോൾ ഈ ഒരു മന്ത്രത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ധനസമ്പത്ത് വർദ്ധിക്കുവാനും ദാരിദ്ര്യത്തിൽ നിന്നും ഒഴിഞ്ഞു പോകാനും, അതുപോലെ തന്നെ നമ്മളെ ദ്രോഹിക്കുന്ന കുറേ പേരുണ്ടാവും അല്ലേ, അവരെയൊക്കെ മാറ്റി നിർത്തി നമ്മളോട് നെഞ്ചോട് ചേർത്ത് നമ്മളെ സംരക്ഷിക്കാനായിട്ട് ദേവിക്ക് സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രെയർ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വലിയ ആളുകൾ വരെയുള്ളവർക്ക് ഏറ്റവും ഉത്തമമാണ്. അപ്പോൾ ഇതാണ് മോർണിംഗ് പ്രെയറിലെ മന്ത്രം. ഏതാണെന്ന് ഞാൻ മെൻഷൻ ചെയ്യാം, കൂടെ ജപിക്കുക. പിന്നെ ഒരു കാര്യം, നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റത്തെ വീഡിയോസിലും ഞാൻ കുറച്ച് ശ്രദ്ധിച്ചായിരുന്നു. കുറേ പേര് നാളും പേരും മാത്രം എന്താണ് പർപ്പസ് എന്നുള്ളത് മെൻഷൻ ചെയ്തില്ല. ഇനി അതവർക്ക് പർപ്പസ് മെൻഷൻ ചെയ്യാൻ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ. ബട്ട് നിങ്ങൾ കാര്യം കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ മാക്സിമം ഈ ഒരു വീഡിയോയിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അന്യദേശത്തുള്ളവരായാലും നിങ്ങളുടെ ഫാമിലി ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നെയ്ബേഴ്സ് ആയിക്കോട്ടെ, ഐ മീൻ ലൈക്ക് നിങ്ങളുടെ അയൽവാസി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമായിക്കോട്ടെ, അവർ ഏത് ദേശത്തായാലും അവർക്കത് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോസ് അവരോട് വാച്ച് ചെയ്യാൻ പറയുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, സൈഡിലത്തെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ പറയുക. മാക്സിമം ഈ ഒരു വീഡിയോ കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഈ പറയുന്നത്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, വിശ്വാസമുള്ളവർക്ക് മാത്രമായിട്ടുള്ള ഒരു ചാനലാണ്, അവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു ചാനൽ ഫ്ലോപ്പാക്കാനായിട്ടോ അല്ലെങ്കിൽ മോശമായ കമൻസോ സ്വീകരിക്കുന്നതല്ല. ഇനി നിങ്ങൾക്ക് എന്തും ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഇനി അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ചാനൽ വിട്ടുപോകും, അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കുകയും വേണ്ട കേട്ടോ. അങ്ങനെയൊന്നും നടക്കില്ല. കാര്യം എനിക്കെൻ്റെ വിശ്വാസം എൻ്റെ ദേവീനെയാണ്. എൻ്റെ ദേവി ഉള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ എൻ്റെ കൂടെ എൻ്റെ ദേവി ഉള്ളിടത്തോളം കാലം ഞാൻ ഉറപ്പായിട്ടും ഈ ചാനലിൽ ഉണ്ടായിരിക്കും. എനിക്ക് എന്നെ എത്രയൊക്കെ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ കൈവിടിയില്ല. അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. എത്രയൊക്കെ നമ്മൾ ദേവി പരീക്ഷിച്ചാലും നമ്മുടെ കാര്യങ്ങളൊന്നും നടന്നു കിട്ടിയില്ലെങ്കിലും നമ്മുടെ പ്രാർത്ഥന മുടക്കരുത്. പ്രാർത്ഥന മുടക്കാനേ പാടില്ല. ഈ ഒരു ജപം നിങ്ങൾ ശരിക്കും ജപിക്കേണ്ടത് 21 ദിവസം 21 തവണയാണ് ജപിക്കേണ്ടത്. അപ്പോൾ ഈ മന്ത്രം ജപിക്കുമ്പോൾ നേരത്തെ ആ വ്യക്തി പറഞ്ഞതുപോലെ സുഗന്ധദ്രവ്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ദേവി പ്രാർത്ഥന കേൾക്കുള്ളൂ, അങ്ങനെയൊന്നുമില്ല കേട്ടോ. അതൊക്കെ വെറും ശുദ്ധമായ അല്ലെങ്കിൽ ശുദ്ധമായ നുണ എന്ന് വേണമെങ്കിൽ പറയാം. ജസ്റ്റ് പർപ്പസ്ഫുള്ളി അവർ മേക്ക് ചെയ്ത ഒരു കമൻ്റ് ആയിരിക്കാം മേ ബി. എനിക്കത് ഇതുപോലും ഇല്ല, സാഹചര്യം ഇല്ലാത്തവരെന്ത് ചെയ്യും? അവരുടെ കയ്യിൽ 5 പൈസ എടുക്കാനില്ലാത്തവരെന്താ ചെയ്യുക? അവർ ദേവിയുടെ പടം മാത്രമേ ഉള്ളൂ. എന്താ അവർ ആരാധിച്ചു കഴിഞ്ഞാൽ ദേവി കേൾക്കില്ല എന്നുണ്ടോ? എന്ത് ശുദ്ധമായ നുണയാണ് അവർ ആ മെസ്സേജ് ചെയ്തതെന്ന് ഞാൻ ആലോചിക്കുന്നത്. കുറച്ചെങ്കിലും സെൻസ് ഉണ്ടോ അവർക്ക്? വിവരമുള്ളവർ ഒരിക്കലും ആ ഒരു രീതിയിലുള്ള ഒരു കമൻറ്റ് ഇടില്ല. നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്തൂടെ എന്നുള്ള രീതിയിലായിരുന്നു പുള്ളിക്കാരി മെസ്സേജ് ചെയ്തത്, ലൈക്ക് കമൻറ്റ് ചെയ്തത്. എനിക്ക് അതും ഈ പറയുന്ന രീതിയും വ്യത്യാസമുണ്ട്. അപ്പോൾ അതത്രേ ഉള്ളൂ. അന്യദേശത്തിരിക്കുന്നവർക്ക് എന്തായാലും അതിനുള്ള ചിലപ്പോൾ സാഹചര്യം ഉണ്ടാവണം എന്നില്ല. ഒരാളെന്നോട് ചോദിച്ചിരുന്നു, മെഴുകുതിരി ആയാലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു. അവരുടെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവരങ്ങനെ ചോദിക്കേണ്ട അവസ്ഥ അല്ലേ. അപ്പോൾ അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ദേവി ആരാധിക്കുമ്പോൾ ദേവി അനുഗ്രഹിക്കില്ല, അല്ലെങ്കിൽ ബ്ലെസ്സിങ്സ് ഒന്നും കിട്ടില്ല, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഈവൻ ഒരു മെഴുകുതിരി ആയാലും അത് മതിയായിരിക്കും. നമുക്ക് ദേവിയോടുള്ള വിശ്വാസമാണ് കൂട്ടരെ, അതാണ് ഏറ്റവും വലുതായിട്ട് നമുക്ക് വേണ്ടത്. ഒരു വിശ്വാസമില്ലാതെ നമ്മളൊരു കാര്യം ചെയ്താലും നമ്മളൊരു കാര്യം നടക്കത്തില്ല. അതാണ് ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ. അതുപോലെ നമുക്ക് ഒരുപാട് വേദനകളുണ്ട്. ആ വേദനകളിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ നമുക്ക് മാക്സിമം പ്രാർത്ഥനയിലൂടെ മാത്രമേ നമുക്കത് പറ്റുള്ളൂ. പ്രാർത്ഥിക്കുക മാക്സിമം. നിങ്ങൾ കുറച്ച് പേര് ചോദിച്ചു അശുദ്ധമായിരിക്കുന്നവർ അല്ലേ, അങ്ങനെ ചോദിച്ചിരുന്നു. അശുദ്ധമായിരിക്കുന്നവർക്ക് എന്താ ധ്യാനിക്കാമോ എന്ന് ചോദിച്ചു. അശുദ്ധമായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരമാകെ വീക്കായിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. ആ ഒരു ടൈമിൽ ഒരിക്കലും നമ്മൾ എന്താ പറയുക, ഒരു പോസിറ്റീവ് എനർജി പോലും ആ ഒരു സമയത്ത് നമുക്ക് അതിനുള്ള ശേഷി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അമ്പലം ദർശിക്കരുത് അല്ലെങ്കിൽ എന്നുള്ളത് പറയുന്നത്. അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ഫീലാണ് അല്ലേ. അപ്പോൾ ഇത് മാത്രം നിങ്ങൾ ചിന്തിക്കേണ്ടത്, അശുദ്ധമായിരിക്കുന്ന സമയത്ത് ഒരിക്കലും അമ്പലത്തിൽ പോകരുത്. അതുപോലെ തന്നെ വിളക്ക് കത്തിക്കരുത്, പൂജയിൽ ഏർപ്പെടരുത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ധ്യാനിക്കാം.
അതായത് നമ്മൾ അശുദ്ധമായിരിക്കുവാണെങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മളെപ്പോഴും വിളക്ക് കത്തിക്കുമ്പോൾ എങ്ങനെയാണ് സാധാരണ കൈയും കാലും മുഖം കഴുകി അല്ലെങ്കിൽ ഒന്ന് കുളിച്ചിട്ടൊക്കെ ആയിരിക്കും. എന്ന് പറയണ പോലെ പൂജയിൽ ഉൾപ്പെടാതെ നിങ്ങൾക്ക് ഒന്ന് കുളിച്ചിട്ട് ധ്യാനിക്കുന്നതിന് തെറ്റില്ല. പക്ഷേ പൂജകളിലോ അമ്പലങ്ങളിലോ ഒന്നും പോകാൻ പറ്റത്തില്ല. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണെന്ന് വിശ്വസിച്ചു കൊള്ളുന്നു. അപ്പോൾ ഏതാണ് ആ മന്ത്രം എന്നുള്ളത് ഞാൻ മെൻഷൻ ചെയ്യാം. കൂടെ ജപിക്കുക. ഞാൻ പറഞ്ഞല്ലോ 5 മിനിറ്റ് സമയം നിങ്ങൾക്ക് ദേവിക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അപ്പോൾ മാക്സിമം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലത്തെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ കേട്ടോ. ഓക്കെ. ഓം ജഗദംബായ നമഃ. 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 ഓം ജഗദംബായ നമഃ.